അപ്പോൾ ഇന്ന് ചിങ്ങപ്പുലരിയെ വരവേൽത്തതിന് ശേഷം നേരെ പോയതൊരു കല്യാണത്തിനാണ് കേട്ടോ. കല്യാണം എൻ്റെ ഒരു അനിയത്തി കുട്ടിയുടെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് നേരെ നമ്മൾ സദ്യ കഴിക്കാൻ കയറി. ചിപ്സും പഴവും ഉപ്പേരിയും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം ഞാൻ ഈ ചിപ്സും ഉപ്പേരിയും കഴിച്ചു. ഞാൻ നല്ല ഒരുവിധം അവിടെ ഇരുന്ന് എല്ലാവരും അങ്ങനെയാണ് കഴിക്കുന്നത്. സദ്യ കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ചോറ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ചോറ് വാങ്ങിച്ച് ഞാൻ വാങ്ങിയത് കുറച്ച് കൂടുതലായിരുന്നു. ആദ്യമേ ഇത്ര തന്നെ ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് മതിയെന്നൊന്നും പറഞ്ഞില്ല. അതിനുശേഷം പരിപ്പ് വന്നു. പരിപ്പും പപ്പടവും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. നെയ്യ് ഒഴിച്ച് ഞാൻ കഴിക്കാറില്ല. കഴിച്ചാൽ എനിക്ക് ഒരു മത്ത് പിടിച്ച് പിന്നെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നെയ്യ് വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഒരു ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചിങ്ങത്തിൽ ആദ്യത്തെ ഓണത്തിന് മുമ്പായിട്ടുള്ള ആദ്യ സദ്യ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്നും നല്ല സദ്യ ആയിരിക്കും. ഇവരൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇല മാത്രമേ ഉള്ളൂ. ഞാൻ പക്ഷേ കുറച്ച് കറികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചു പിന്നെ, എന്നാലും ഞാൻ കുറച്ച് വേസ്റ്റാക്കി. ഇത് അടപ്പായസമാണ്, നല്ല ടേസ്റ്റായിരുന്നു. 3 പായസം ഉണ്ടായിരുന്നു. ഇത് കടലയും നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ച് അടുത്തത് ആ പാൽപ്പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പാൽപ്പായസം വന്നത് നമ്മുടെ അരി പാൽപ്പായസമായിരുന്നു. ബോളി ഉണ്ടായിരുന്നു. ബോളിക്ക് ശേഷം ബോളിയുടെ പുറത്തോട്ട് ഒഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് വാങ്ങിച്ചു വെച്ചു. അങ്ങനെ നല്ല സൂപ്പർ പായസവും കൂട്ടി ബോളിയും കൂട്ടി ആ സദ്യ എന്തോട് സമാപിച്ചു എന്ന് വെച്ചാൽ മോരുകറിയോട് സമാപിച്ചു. അതിനുശേഷം ഇത് നമ്മൾ നേരെ ചെടിക്കടയിലേക്ക് പോയി 2 ചെടികൾ വാങ്ങിച്ചു. ഒന്ന് ഹാരജമന്തി വെള്ളയും മഞ്ഞയും. ഇത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തൊട്ടടുത്താണ് കേട്ടോ കട. അവിടെ പോയി ഇത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചൊരു ചായ കുടിക്കാം. അപ്പോൾ ആ നൈറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരികയാണ്. ഈ 2 ചെടികളും നടുക. അങ്ങനെ 2 ചെടികളും ഈ സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ട് ഗ്യാപ്പുണ്ട്. അവിടെ കുറച്ച് മണ്ണൊക്കെ നേരത്തെ നിറച്ചിട്ടിട്ടുണ്ടെന്ന് ചെടി നട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അവിടെ കൊണ്ട് നട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മുഴുവൻ പന്തലിച്ച് വരുമ്പോൾ കുറച്ചും കൂടി മനോഹരമായിരിക്കും. അപ്പോൾ അതൊക്കെ നട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ വാരി സൈഡിലൊക്കെ ഇട്ട് കൊടുത്തു, വളമൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് 6 മണിയായി. അപ്പോൾ വിളക്ക് കൊളുത്താനുള്ള സമയമായിരിക്കുന്നു. വിളക്ക് കൊളുത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ദിവസവും ഒരു 6-6:30 ആയിരിക്കുന്നു, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.